പഠിച്ചാൽ മതി. 4 മാർക്ക് 5 മാർക്ക് ഉണ്ടെങ്കിൽ SLC ജയിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പം ആരും അനങ്ങിയില്ല, ഞാനായതുകൊണ്ട്. അത് കഴിഞ്ഞ് DPI പറഞ്ഞപ്പോൾ അയാളെ എല്ലാവരും കൂടെ ആക്രമിച്ചു. ഈയിടെ സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അയാളെ എല്ലാം കൂടെ ആക്രമിച്ചു. എന്തിനാണ് സത്യമല്ലേ പറയുന്നത്? സത്യം പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഇരുട്ടുകൊണ്ട് തന്നെയാണ് ഓട്ടയടയ്ക്കുന്നത്? ആരെയും മോശപ്പെടുത്തി പറയുന്നില്ല, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. നമ്മൾ സ്വയം എസ്കേപ്പിസമാണ്, നമ്മൾ ഒളിച്ചോടുകയാണ്. തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ കാര്യമില്ല, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത നേടണം. എല്ലാ വിഷയത്തിനും C+ വാങ്ങിച്ചവനും തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറയാൻ മുദ്രാവാക്യം വിളിക്കുന്ന കണക്ക് തോൽക്കണം, എന്നാലേ നമ്മൾ പഠിക്കും. നമ്മൾ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കിട്ടിയാൽ നമുക്ക് പറയാം എൻ്റെ കുഞ്ഞ് പഠിക്കാൻ എടുക്കണം. 40 പിള്ളേരും തോറ്റാലും പറയാം അധ്യാപകൻ മോശമാണ്. അന്നേ ഒരു ക്ലാസ്സിൽ 40 പിള്ളേരിൽ 35 പേരും തോറ്റാൽ അധ്യാപകൻ്റെ കുഴപ്പം. ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ തന്ത്രപരമായി ഉണ്ടാക്കിയ ഒരു ബുദ്ധിയാണ് ആരും തോക്കുന്നില്ല എന്നുള്ളത്. അതിന് പറഞ്ഞ ന്യായം രക്ഷകർത്താവിന് വിഷമം തോന്നും. രക്ഷകർത്താവിന് വിഷമം തോന്നി അവർ വോട്ട് ചെയ്യത്തില്ല നമുക്ക്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് ജയിപ്പിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ വോട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്ന വോട്ട് വേണോ രാഷ്ട്രീയത്തിൽ? ജനാധിപത്യത്തെ അങ്ങനെ കിട്ടുന്ന വോട്ട് വേണോ? ഈ കുഞ്ഞുങ്ങളെ എന്നേക്ക് വേണ്ടി അവരെ ഭാവി നശിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്നത് ശരിയാണോ?